ഹായ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ അരോൺ അക്കാഡമി പെരിന്തൽമണ്ണ ബ്രാഞ്ചിലെ AIPC എക്സാം എഴുതി പാസ്സായ ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ്. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് ആൽഫി ജെയിംസ്. സുമയ്യ, സിറാജ് ജുനീസ. ഓക്കെ, അപ്പോ ഏത് ബാച്ചാന്ന് പറയും? ഓൺലൈൻ ബാച്ച് ആയിരുന്നു. പ്രിപ്പറേഷൻ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലേക്ക്. ഞാൻ റെഗുലർ ആയിരുന്നു, ഒക്ടോബർ ബാച്ച് ആയിരുന്നു. റെഗുലർ ഒക്ടോബർ ബാച്ച്. ഓക്കെ, നമുക്ക് ഇവര് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നെന്ന് ചോദിക്കാം. ഞാൻ BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വർഷത്തേക്ക്. അവിടെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ട് തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ഞാൻ ഡിഗ്രി ചെയ്തത് BA ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഡിക്കൽ കോഡിങ് ചെയ്തത്. അപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? നമ്മള് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളെ, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ 10th സയൻസ് പഠിച്ചിട്ട് പിന്നെ 9 വർഷത്തിന് ശേഷമാണ് ഞാൻ മെഡിക്കൽ കോഡിങ് ചെയ്യണത്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്യും എന്നുള്ളത്. ഇവിടെ വന്ന് ക്ലാസ്സുകളും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടെൻഷനൊക്കെ മാറി. പിന്നെ കറക്റ്റ് പ്രിപ്പറേഷനും ആയതുകൊണ്ട് ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് എക്സാം പാസ്സാവാൻ പറ്റി ഫസ്റ്റ് ചാൻസിൽ തന്നെ. ഓക്കെ, സിറാജുനീസ ഏതായിരുന്നു ബാക്ക്ഗ്രൗണ്ട്? ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ, +2 സയൻസ് ആയിരുന്നു. അതിന്റെ ഒരു ഇതിൽ വന്നാണ്. എന്നാലും സയൻസിനായിട്ട് തീരെ ഇതില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ ഉള്ളൂ. പ്രിപ്പറേഷൻ കറക്റ്റ് ആണോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ? അനാട്ടമി ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ? ഇല്ല, അനാട്ടമി ഒരു പുതിയ സബ്ജക്ട് അല്ലായിരുന്നോ? എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നോ? പഠിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ക്ലാസ് എടുക്കുന്നതൊക്കെ മനസ്സിലാവുമായിരുന്നോ? ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ് മനസ്സിലായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ? നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ്? ഞാൻ പ്രിപ്പറേഷൻ ആയിട്ട് അവിടെ വന്നത്. പ്രിപ്പറേഷൻ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്സാവുന്നതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? പ്രിപ്പറേഷൻ തന്നെയാണ് എക്സാമിനെ ഹെൽപ്പ് ചെയ്തത്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തത് കാരണമാണ്, അല്ലെങ്കിൽ മോക്കുകൾ ചെയ്തത് കാരണമാണ് എക്സാമിന് സപ്പോർട്ടായി എന്നുള്ളത് തോന്നുന്നുണ്ട്. ഓക്കെ, പ്രിപ്പറേഷൻ കറക്റ്റ് ആവണം. എല്ലാ മോക്കും ചെയ്തിട്ട് തന്നെ എക്സാം. ഒന്നാമത്തെ കാര്യം ഡെയിലി അറ്റൻഡ് ചെയ്യണം. ഡെയിലി ക്ലാസ് ലൈവായിട്ട്. അത് ക്ലാസ്സിൽ നമ്മൾ ഉറക്കം തൂങ്ങുക അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ക്ലാസ് മിസ്സാവാൻ പറ്റില്ല. എന്നും വന്ന് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പാസ്സാവാൻ പറ്റും അല്ലേ? ഓക്കെ, മോക്കുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ മോക്ക് നമുക്ക് സിസ്റ്റം മോക്കും അല്ലാതെ സാധാരണ മോക്കുകളും വരുന്നുണ്ട് അല്ലെ? സിസ്റ്റം മോക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് ടൈം ഒക്കെ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എത്ര മണിക്കൂർ കിട്ടി ലാസ്റ്റ്? ഇവിടെ ചെയ്തോണ്ടിരുന്നപ്പോഴാണ്. അല്ല, ഇവിടെ അല്ല, നമ്മള് മെയിൻ എക്സാമിന് എനിക്ക് 40 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടിയിരുന്നു. 40 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടി. 4 മണിക്കൂറിന്റെ എക്സാമിന് അല്ലെ? ഇവിടെ നമ്മൾ 3.5 മണിക്കൂർ കൊണ്ടാണ് നമ്മള് ചെയ്യുന്നത് സിസ്റ്റം മോക്ക് അല്ലെ? അതെനിക്കൊരു 3 മണിക്കൂർ കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, അവിടെ എത്തിയപ്പോ നമുക്ക് ഒരു 40 മിനിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ, എനിക്കൊരു ഹാഫ് ആൻ അവർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു മെയിൻ എക്സാമിന്. ടൈം മാനേജ്മെന്റ് ഇവിടുന്ന് മോക്കുകൾ ചെയ്തിട്ട് ടൈം മാനേജ്മെന്റ് കിട്ടിയതാണ്. അങ്ങനെ ഫസ്റ്റ് ഒന്നും ശരിയായിരുന്നില്ല ടൈം. പിന്നെ ലാസ്റ്റ് ആയപ്പോ ശരിയായി തന്നെ പോയത്. 3.5 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞിരുന്നു. പിന്നെ മെയിൻ എക്സാമിന് കുറച്ച് ടൈം ഇതായെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ടൈം കിട്ടിയില്ല? ടൈം കിട്ടി, 10-15 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. എന്നാലും കിട്ടി. ഓക്കെ, അപ്പൊ ശരി. അപ്പോ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഇത് കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പോ എല്ലാവർക്കും നല്ലൊരു ജോബ് പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.